അനുഗാമി എന്നുള്ള വാക്കിനർത്ഥം അനുഗമിക്കുക എന്നുള്ളതാണ്. നമുക്ക് പേഷ്യൻ്റ് കെയർ നമുക്ക് പല രീതിയിൽ നമുക്ക് നടത്തിയെടുക്കാൻ കഴിയും. ചില നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പോയി സർവീസ് കൊടുത്തിട്ട് നമുക്ക് മടങ്ങിപ്പോവാം. ചിലത് ഒ പിയിൽ മരുന്ന് ഡിസീസ് സിംറ്റം ബേസ്ഡ് ആയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് പോകും. പക്ഷേ ഇതുകൊണ്ട് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മുഴുവൻ സമയം പേഷ്യൻ്റെ കൂടെ ഒപ്പം തന്നെയാണെന്നാണ്. പക്ഷേ അത് പാലിയേറ്റീവ് സംവിധാനത്തിനേ കഴിയത്തുള്ളൂ. ഡേവിഡ് സിസ്ലി സാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നഴ്സാണ് 1967 പാലിയേറ്റീവ് എന്നുള്ള കൺസെപ്റ്റിന് തന്നെ തുടക്കം കുറിച്ചത്. കേരളത്തിൽ ഇത് പേരോടുന്നത് ഡോക്ടർ രാജവൾ സാറിൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് തുടങ്ങിയ പാലിയേറ്റീവ് സംവിധാനം. കാരണം ഇങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു പോകുന്ന ജീവിതങ്ങളാണ്, പാർശ്വവൽക്കരിക്കേണ്ട ജീവിതമാണ്. അവരുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അസുഖത്തിൻ്റെ ക്യാൻസർ പോലുള്ള അസുഖം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള അസുഖം അതിൻ്റെ ഭാഗമായിട്ട് കിടപ്പിലായവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ട്. താൽക്കാലികമായിട്ടുണ്ടാകുന്ന ചില അസുഖങ്ങളുടെ പുറത്ത് പിന്നീട് സ്ഥിര രോഗികളായിട്ട് മാറുന്നുണ്ട്. ഇപ്പം ഞാൻ പാലിയേറ്റീവ് സംവിധാനത്തിൽ ഞാൻ ഗൃഹസന്ദർശനം നടത്താറുണ്ട്. എൻ്റെ പേര് അന്വേഷിച്ച്, എനിക്ക് വെൽഡിങ് വർക്കാണ്. ഞാൻ വെൽഡിങ് വർക്കിൻ്റെ ഇടയിൽ എനിക്ക് കാൽമേൽ 2 ഫ്ലെക്സ് വന്ന് വീണ് അത് പഴുത്ത്, എനിക്ക് പിന്നെ ഷുഗറും കൂടെ ഉണ്ട്. എറണാകുളം ആശുപത്രിയിലും വേറെ പല ആശുപത്രികളിലും ഞാൻ പോയി. എൻ്റെ മുറിവ് പിന്നെ പഴുത്ത് വലുതായി. എറണാകുളം ആശുപത്രി പാലിറ്റി ടീം വന്ന് എനിക്ക് മറ്റു മരുന്നുകളും ഡ്രസ്സിങ്ങും എല്ലാം ചെയ്തു തന്നു. എൻ്റെ മുറിവ് ഇപ്പോൾ നല്ലപോലെ ഉണങ്ങി മാറി തുടങ്ങി. ഇതിന് സഹായിച്ച പാലിറ്റിയിലെ എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി. ഞങ്ങളുടെ 5 പാലിയേറ്റീവ് നഴ്സുമാരും 1 ഡോക്ടർമാരും അടങ്ങുന്ന സമഗ്രമായി പ്രവർത്തിക്കുന്ന ടീമാണ് നമുക്കുള്ളത്. ഏകദേശം 1000-ഓളം പേഷ്യൻസിനാണ് ഇവർ കവർ ചെയ്യുന്നത്. അത് ഹോം കെയർ രൂപത്തിലും ഒ പി ആകുന്ന രൂപത്തിലുമാണ് ഈ 1000-ഓളം പേഷ്യൻസ് വരുന്നത്. കൊച്ചിൻ നഗരസഭയുടെ 34 ഡിവിഷനുകളിലുള്ള പേഷ്യൻസാണ് ഇവർ കാറ്ററിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. കൊച്ചിയുടെ സാഹചര്യത്തിൽ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. വീട് പഠിക്കൽ നമ്മൾ വാഹനം എത്തിക്കുന്നതിന് പല ബുദ്ധിമുട്ട് നേരിടുന്നു. ഇപ്പോൾ ചില പേഷ്യൻസൊക്കെ വളരെ റിമോട്ടായിട്ടുള്ള ഉൾഭാഗങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. ആംബുലൻസ് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുള്ളതോടൊപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇവിടെയുള്ള പാലിയേറ്റീവ് സംവിധാനം ശൂന്യതയിൽ നിന്നുള്ള പ്രോജക്റ്റാണ്. എല്ലാം ജനങ്ങളുടെ സഹായത്തോടെ നടക്കുന്നത്. സ്റ്റാഫുകൾ മുഴുവൻ NHM വഴിയും സർക്കാർ നമ്മൾ PSC വഴി നിയമിക്കുന്ന സ്റ്റാഫുകളും ഒക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ബാക്കി സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ പറ്റുന്ന എല്ലാം നമ്മൾ കോൺട്രിബ്യൂഷൻ വഴി. അനുഗാമി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. 100 ദിവസത്തെ ഇതായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവിടെ പാലിയേറ്റീവ് കെയറുകാർ കെയർ ചെയ്യുന്നു. പിന്നെ ജനറൽ ആസ്പത്രിയിലെ സിസ്റ്റർമാരും മറ്റുള്ള പല ജീവനക്കാരും എല്ലാവരും വന്ന് തമ്മച്ചിയുടെ മുറിവ് ഡ്രസ്സൊക്കെ ചെയ്തു. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ചലഞ്ചസ് ഒരുപാടാണ്. ഒന്ന്, പേഷ്യൻ്റെ ബാഹുല്യം വളരെ കൂടുതലാണ്. സ്റ്റാഫിൻ്റെ കുറവ് വലിയ പ്രശ്നമാണ്. റിസോഴ്സുകളുടെ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സാധാരണ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാം. പരിമിതമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന രീതിയാണ് എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് തരുന്ന വിഭവങ്ങൾ വെച്ചിട്ട് പരിമിതമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ശൈലി ഉണ്ടാക്കാം. മറിച്ച് നമ്മളെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വളരെ ശക്തമായ രീതിയിൽ ഓരോ ഇഷ്യൂസിനെ നേരിട്ട് പരിഹരിച്ചു പോകുന്നൊരു സ്ട്രാറ്റജി എടുക്കാം. പക്ഷേ നമ്മൾ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ നിലാവെന്ന് പേരിട്ടിരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗം ചെയ്തത്. നമുക്ക് പരിമിതികൾ ധാരാളമുണ്ട്. നമ്മളിത് ഭൂമിശാസ്ത്രമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, HR-ൻ്റെ പ്രശ്നങ്ങളുണ്ട്, വാഹനങ്ങളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പരിമിതികളെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഒളിച്ചോടുന്നൊരു സമീപനം എറണാകുളം ജില്ലാ ആശുപത്രി നിലാവിനില്ല. മറിച്ച് ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്ന രീതിയിലാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. ഞാൻ പാലിയേറ്റീവ് കെയറിന് പോകാറുള്ള ഒരു ഡോക്ടറാണ്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പാലിയേറ്റീവ് വിഭാഗത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. പേഷ്യൻ്റെ ബാഹുല്യം വളരെ വലുതാണ്. വലിയ ബാഹുല്യം 1000-ഓളം പേഷ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1000-ഓളം പേഷ്യൻസിന് 5 ജീവനക്കാരെ കൊണ്ട് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ശ്രമകരമാണ്. അപ്പം നമ്മൾ പരിമിതികളുടെ പേരിൽ നമ്മൾ മാറി നിൽക്കുകയല്ല, മറിച്ച് പരിമിതികളെ ഒരു അവസരമായി കണ്ടുകൊണ്ട് മുന്നേറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ കാലിന് അസുഖം തുടങ്ങിയിട്ട് 10 മാസമായി. 3 ഓപ്പറേഷൻ കഴിഞ്ഞില്ല. 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് നീതി സിസ്റ്ററും കുട്ടികളും വന്ന് എൻ്റെ കാലിന് മുറിവ് ഡ്രസ്സ് ചെയ്യാറുണ്ട്. അതിൻ്റെ പരമായിട്ട് എനിക്ക് കുറവുണ്ട്. ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പാലിയേറ്റീവ് പരിചരണത്തിന് ചില സന്ദർഭങ്ങളിൽ പോകാറുണ്ട്. അപ്പം ഭവനങ്ങളിലുള്ള കാണപ്പെടുന്ന ഒരുപക്ഷെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ കഴിയുന്ന, പ്രൊഡക്റ്റീവ് ലൈഫ് വേണമെങ്കിൽ ലീഡ് ചെയ്യാൻ കഴിയുന്ന ധാരാളം പേഷ്യൻസിനെ നമ്മൾ പാലിയേറ്റീവ് രോഗികളായതുകൊണ്ട് മാത്രം
അവർ വീട്ടിനടുത്ത് അടയ്ക്കപ്പെട്ട കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് 9 വർഷത്തോളം ഉണങ്ങാത്ത മുറിവായിട്ട് 2 കാലിൽ ഉണങ്ങാത്ത മുറിവായിട്ട് കഴിയുന്ന ഒരു വ്യക്തി ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അയാൾ 9 വർഷമായിട്ട് കസേരയിൽ നിന്ന് എണീറ്റില്ല. അദ്ദേഹം ജോലിക്ക് പോയിട്ടില്ല. ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒരു ഏണിംഗ് മെമ്പർ ആയിരുന്നു അയാളുടെ ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ശേഷം ഭാരം മുഴുവൻ ഒരു ഭാര്യ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഒരു 50 വയസ്സ് താഴെയുള്ള മനുഷ്യനാണ്. അപ്പോൾ 40 വയസ്സൊക്കെ അയാൾക്ക് ക്രിയേറ്റീവായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്നും പറ്റാത്ത രീതിയിൽ ഒരു നിഷ്ക്രിയനായിട്ട് ജീവിക്കേണ്ട സാഹചര്യം. അങ്ങനെ അത്തരം നിരവധി പേഷ്യൻസ് ഉണ്ട്. അത്തരത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ 51 പേഷ്യൻസാണ് 8, 9, 10 വർഷമായിട്ട് ബെഡ്സോറിൻ്റെ പേരിൽ പോലും അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകളായിട്ടും ക്യാൻസറിൻ്റെ മുറിവുകളായിട്ടും അല്ലാതുള്ള ഡയബറ്റിക് അൾസറായിട്ടും സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനായിട്ടും ഒക്കെ ജീവിക്കുന്ന 51 പേരെ കണ്ടത്. അവർക്കൊരു ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കിയാണ് അനുഗാമി എന്ന പദ്ധതി ഉണ്ടാക്കിയത്. 2024 ജനുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അത് ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. അത് നമുക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫിസിക്കലായിട്ടുള്ള നീഡ്സ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടപെടേണ്ടതുണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്, മരുന്ന് ഉൾപ്പെടെയുള്ള തെറാപ്യൂട്ടിക് സൈഡ് നമ്മൾ നോക്കേണ്ടതുണ്ട്, സോഷ്യലായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ട്രോക്ക് എന്നുള്ള പേഷ്യൻറ്റ് സാധാരണ കേസിൽ അടിസ്ഥാനപരമായിട്ട് സ്ട്രോക്ക് നമുക്ക് ഈ നേരത്തെ ട്രീറ്റ് ചെയ്യുന്ന കേസുകളിലൊക്കെ നമുക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് ആ പേഷ്യൻറ്റിനെ കൊണ്ടുവരാൻ കഴിയും. ഫിസിയോതെറാപ്പിയിലൂടെയും അയാളുടെ തുടർന്നുള്ള മോർബിഡിറ്റിയിലും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഭവനങ്ങളിൽ ഒരു അടയ്ക്കപ്പെട്ട ജീവിതമാകുന്നതോടെ പക്ഷേ അവർക്ക് അത് തന്നെ ഒരു ഡെബിലിറ്റി ആയിട്ട് മാറിയിട്ട് അവർക്ക് പലപ്പോഴും ഒരുപക്ഷേ ക്രിയേറ്റീവായിട്ട് വരുന്നതിന് പകരം അവർ പിന്നെ സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് കിടപ്പിലായ രോഗിയായിട്ട് മാറാറുണ്ട്. ജനഹാസ്പിറ്റലിൽ 100 ദിവസത്തെ ഇത് ഉണ്ടായിരുന്നു. 100 ദിവസത്തേക്ക് പുറത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സിസ്റ്റർമാർ വന്ന് എല്ലാ ദിവസവും വന്ന് ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇത്തരം പേഷ്യൻസിന് നമ്മൾ അവർക്കുള്ള പ്രസൻറ്റ് ആയിട്ടുള്ള ബെഡ്സോറുകൾ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിലുള്ള കൺട്രാക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിലാണ് നമ്മൾ ഈ 51 പേഷ്യൻ്റെ കാറ്റഗറൈസ് ചെയ്ത് ആ ലിസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രമകരമായിരുന്നു. കാരണം ഓരോ പേഷ്യൻ്റെയും പ്രശ്നങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരുടെ പേഷ്യൻസിനുണ്ടായിരുന്നു. ചിലർക്ക് വാരിക്കോസ് അൾസർ മൂലം ഉണ്ടായിരുന്നു, ചിലർക്കാണെങ്കിൽ ക്യാൻസറിൻ്റെ മുറിവ് വന്നിട്ട് വ്രണം വന്നിട്ട് അതിൽ പിന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് വൂണ്ട് വളരെ വലുതായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിഭീകരമായ വേദനയായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദന കൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ ലൈഫ് സാധ്യമായിരുന്നില്ല. അവർക്കൊരു സിനിമയ്ക്ക് പോകാൻ കഴിയില്ല, ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല, ഒരു പബ്ലിക് അപ്പിയറൻസ് ജനങ്ങളുടെ പൊതുസമൂഹത്തിന് പോലും ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ധാരാളം ജീവിതങ്ങളുണ്ട്. നമുക്കറിയാം ഈ ഒരു ക്യാൻസർ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അവർക്കൊരു സാധാരണ ജീവിതം സാധ്യമാക്കി കൊടുക്കാൻ ദൈവതുല്യമായ ഒരു പ്രക്രിയയായിട്ട് ഞാൻ കരുതുന്നു. നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും, പക്ഷേ മറിച്ച് മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ കുടുംബാംഗങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ആ വേദനയിൽ ഒന്ന് മാറ്റിക്കൊടുത്താൽ ആ ക്യാൻസർ വ്രണത്തിൻ്റെ ഡിസ്ഫിഗർമെൻറ്റ് ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ആ മുറിവിൻ്റെ ഒരു രീതിയുണ്ട്, ആ ചിത്രമുണ്ട്. അതിൽ നിന്ന് ഒന്ന് മാറ്റിക്കൊടുത്താൽ ഒരുപക്ഷെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകാം. ഒരു പൊട്ടിയൊലിക്കുന്ന മുറിയിൽ നിന്ന് മാറിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഊണ്ടുമായിട്ട് ചിലപ്പോൾ അവർക്കൊരു സാധാരണ സോഷ്യൽ ഫംഗ്ഷന് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളെയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്. അതിൽ 51 മുറിവുകളിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ 20% മുറിവുകളിൽ ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് 100 ദിവസത്തെ കർമ്മപദ്ധതിയാണ് ഉദ്ദേശിച്ചത്. 100 ദിവസം കൊണ്ട് 100 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് 20% വൂണ്ടുകൾ ഉണക്കിയെടുക്കുക. ബാക്കി ശേഷിക്കുന്നവയുടെ സൈസ് റിഡക്ഷൻ, ആ മുറിവിൻ്റെ വലിപ്പം, ചിലതൊക്കെ 15-20 സെൻറ്റിമീറ്ററൊക്കെ വലിപ്പമുള്ള മുറിവുകളുണ്ടായിരുന്നു, നല്ല 5-6 സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ മുറിവുകളെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ അവർ അതിൻ്റെ ഒരു 40% സൈസിലെങ്കിലും കുറവ് വരുത്തുക എന്നുള്ള ടാർഗറ്റായിരുന്നു. ഇത് ചെറിയൊരു കാര്യമല്ല. 10 വർഷമായിട്ട് നമ്മൾ ഉണങ്ങാത്ത മുറിവായിട്ട് കഴിയുന്ന ഒരാളുടെ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ 40% സൈസ് കുറച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായൊരു ഒരു ടാർഗറ്റാണ്. പക്ഷേ അത് എനിക്ക് എൻ്റെ ജീവനക്കാരിൽ ഭയങ്കര വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ സഹപ്രവർത്തകർ അത്ര വിശ്വാസമായിരുന്നു. കാരണം അവരുടെ പാലിയേറ്റീവ് സർവീസ് വളരെ ഫൈനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു പാലിയേറ്റീവ് കെയറിൽ ചില പരിമിതമായ ചില രീതിയിലാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ
ഡ്രസ്സിംഗ് പാഡ് നമ്മൾ സാധാരണ ഈ വീടുകളിൽ തന്നെ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പ്രഷർ കുക്കറിലൊക്കെ വെച്ച് ആവി കടത്തി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇതുണ്ട്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒപ്പം തന്നെ ശാസ്ത്രീയമായിട്ട് കൂടുതൽ സമഗ്രവും ശാസ്ത്രീയമായിട്ടുള്ള ചില ടൂൾസ് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 51 മുറിവുള്ള പേഷ്യൻസിനെ പസ് കൾച്ചർ നടത്തിയിട്ടുണ്ട്. അതായത് അവർ വ്രണത്തിൽ നിന്നുള്ള പഴുപ്പെടുത്ത് കൾച്ചർ നടത്തിയിട്ടുണ്ട്. 51 പേഷ്യൻറ്റിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ഷുഗർ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ഡയറ്റ് നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 51 പേഷ്യൻറ്റിനും പിന്നെ ആൻറ്റിബയോട്ടിക് സ്പെക്ട്രം തയ്യാറാക്കി അതിന് അനുയോജ്യമായ ആൻറ്റിബയോട്ടിക്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ഡ്രസ്സിങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എറണാകുളം ജില്ലാ ആശുപത്രിയിലെ സെൻട്രൽ സർവീസ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിൽ തയ്യാറാക്കുന്ന അണുവിമുക്തമായ ഡ്രസ്സിങ് പാഡുകൾ മാത്രമേ അതിന് ഉപയോഗിക്കുക. പണ്ടും അത്തരത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറിൻ്റെ നമ്മൾ കൂടുതൽ മോണിറ്ററിങ്ങിന് വേണ്ടി HbA1cയുടെ സ്ക്രീനിങ് എല്ലാ മാസവും നടത്തിയിട്ടുണ്ട്. 2 സർജിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഡോക്ടർമാർ സ്പെഷ്യലിസ്റ്റുകളുടെ ഈ പേഷ്യൻസിനെ മുഴുവൻ സ്പെഷ്യലിസ്റ്റ് മുന്നിലെത്തിച്ചിട്ട് സൂക്ഷ്മമായിട്ട് ചില റീവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് സർജന്മാരുടെ കൂടുതൽ സ്പെഷ്യലിസ്റ്റുകളുടെ അഭിപ്രായം ആരായാൻ വേണ്ടി ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. പേഷ്യൻസിനെ എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ആശുപത്രി കൊണ്ടുവന്ന് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില വൂണ്ടുകളൊക്കെ അമിതമായിട്ട് വളർന്നു പോകുന്ന മുറിവുകൾ വ്രണങ്ങളുണ്ട്. കാരണം പരിധി വിട്ട് വളർന്നു. അപ്പോൾ അതൊക്കെ കോട്ടറൈസ് ചെയ്ത് കരിച്ചിട്ട് വീണ്ടും പുനർതയ്യലൊക്കെ റീസ്വിച്ചറിങ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ചില കേസിൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒരെണ്ണത്തിന് പോലും ചെയ്യേണ്ടി വന്നില്ല. അത്ഭുതകരമായ റിസൾട്ട് വെച്ചാൽ അടിവരയിട്ട് പറയാൻ അത്ഭുതകരമായ റിസൾട്ടാണ്. 18 വൂണ്ടുകൾ നമ്മൾ ഉണക്കിയെടുത്തു. ഇത് ഒരാഴ്ചയായിട്ടുള്ള മുറിവല്ല, ഒരു മാസമായിട്ടുള്ള മുറിവല്ല, 8-9 വർഷമായിട്ടുള്ള 18 മുറിവുകൾ നമ്മൾ ഉണക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ക്യാൻസർ മുറിവുകളുണ്ട്. കാരണം ക്യാൻസർ വൂണ്ടുകൾ എന്തായാലും നമ്മൾ ഈ എക്സ്പോസ്ഡ് ആണ്. അതായത് നമ്മൾ തൊലിയിൽ നിന്ന് വിട്ട് ഫംഗേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള വൂണ്ടുകൾ സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകും. പിന്നെ അതിൻ്റെ പുറത്ത് അണുബാധ ഉണ്ടായിട്ട് പഴുത്തൊലിക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അതിന് വളരെ ക്ലീൻ ഒരു ബെഡിലാക്കുന്ന രീതിയിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് 40% സൈസ് റിഡക്ഷൻ സാധ്യമാക്കിയിട്ടുണ്ട്. അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ കൊണ്ടുള്ള ആ മുറിവിൻ്റെ വ്രണത്തിൻ്റെ വലുതാകൽ നമ്മൾ കുറച്ചിട്ട് അതിനെ ഒരു ലഘുവായിട്ട് അത് ഭീകരത തോന്നിക്കാത്ത രീതിയിൽ ഒരു മുറിവായിട്ട് കൊടുത്ത് അവർക്ക് മാനസികവും ശാരീരികമായിട്ടുള്ളൊരു കംഫർട്ടും ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അനുകരണീയമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ക്യാൻസർ പേഷ്യൻസിൻ്റെ മുഖത്തുള്ള ഒരു ആശ്വാസം. അതേപോലെ തന്നെ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ബാക്കിയുള്ള മുറിവുകളൊക്കെ മോണിറ്ററിങ്ങിലൂടെ ബാക്കിയുള്ള വ്രണങ്ങളുടെ ഏകദേശം വളരെ നല്ല രീതിയിലേക്ക് ഒരു 4 മുറിവുകളും ഒഴികെ ബാക്കി എല്ലാ മുറിവുകളും ഇത് ഉണക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇതിനകത്ത് വലിയ ശ്രമകരമായ കാര്യം ഇതിലേക്ക് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവരുന്നതിനാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാരണം കുടുംബാംഗങ്ങൾ സാധാരണ പാലിയേറ്റീവ് സർവീസുകൾ ആഴ്ചയിൽ ഒരിക്കലോ ആവശ്യമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഭവനങ്ങളിൽ മാസങ്ങളിൽ ഒരിക്കലേ എത്തത്തുള്ളൂ. പക്ഷേ അത് മാറിയിട്ട് ഈ മുറിവ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പാലിയേറ്റീവ് നഴ്സുമാർ അല്ലെങ്കിൽ പാലിയേറ്റീവ് ആൾക്കാർ ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീമുകൾ എല്ലാ ദിവസങ്ങളും വീട്ടിലെത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണ വീട്ടിൻ്റെ സാധാരണ ഒരു അന്തരീക്ഷത്തിന് ഒരു ഡിസ്റ്റർബൻസാണ് ഒരു കണക്കിന്. കാരണം അവർ പലരും ജോലിക്ക് പോകുന്നവരുണ്ടാകും. അവർ ഇതിനു വേണ്ടി ഞങ്ങൾ ചെല്ലുന്നതിന് കാത്തിരിക്കേണ്ടതുണ്ടായിരിക്കും. അപ്പം നിലവിൽ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാകാറുണ്ട്. കാരണം അത്തരത്തിൽ പേഷ്യൻ്റ് ചികിത്സ വേണ്ടാന്ന് പറഞ്ഞ 3 പേരുണ്ടായിരുന്നു. അതൊരു തിരിച്ചറിവാണ്. അത്തരത്തിൽ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന 3 ആൾക്കാർ നമ്മുടെ ചികിത്സ നിരസിച്ച ആൾക്കാരുണ്ട്. പിന്നെ ഈ ചികിത്സയുടെ ഇടയിൽ മരണപ്പെട്ട 9 പേരുണ്ട്. പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമായ ആൾക്കാർ വരെ ഈ ഞങ്ങളുടെ 100 ദിവസത്തിന് മുമ്പ് മരിച്ച ആൾക്കാരുണ്ട്. അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി പുറം ലോകം കൂടുതൽ സുന്ദരമായിട്ട് കാണാം എന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ കഴിഞ്ഞ ആൾക്കാർ നമുക്കറിയാം. അവർക്ക് മറ്റ് നിരവധിയായ അസുഖങ്ങളുണ്ടാകും. ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാകും, മറ്റ് ശ്വാസകോശ സംബന്ധ അസുഖങ്ങളുണ്ട്, മറ്റ് പല അസുഖങ്ങളുണ്ട്, ഹൃദയ സംബന്ധ അസുഖങ്ങളുണ്ടാകും, കിഡ്നി സംബന്ധ അസുഖങ്ങളുണ്ട്, മറ്റ് അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഈ അനുഗാമി വരുന്നത്. അങ്ങനെ 9 പേർക്ക് അവരെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിൻ്റെ ഒടുവിൽ അവർ ഈ ലോകം വിട്ടുപോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രതീക്ഷയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്കത് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആഘോഷത്തിൻ്റെ ആ ദിവസം പോലും ഒരു രോഗി മരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തിരിച്ചറിവുകളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത്
എൻ്റെ സഹപ്രവർത്തകരുടെ ആ ഡെഡിക്കേഷനാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു മുറിവ് നമ്മൾ അതിൻ്റെ എക്കണോമിക്സ് ഒന്ന് സങ്കല്പിച്ചാൽ അറിയാം. ഒരു മുറിവ് ഉണക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ ലക്ഷങ്ങൾ ചിലവഴിച്ചായിരിക്കും നമ്മൾ സാധ്യമാക്കുന്നത്. നമ്മളൊരു സ്വകാര്യ മേഖലയിൽ ഈ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോഴുള്ള ആശുപത്രി പലതും ഇതിലേക്ക് കടന്നു വരാറില്ല. കാരണം വളരെ ശ്രമകരമായ പണിയാണ്. കാരണം നമുക്കറിയാം കാലിലൊരു ഉണങ്ങാത്ത ഡയബറ്റിക് അൾസർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആശുപത്രികൾ തേടി നമ്മൾ നടക്കേണ്ടി വരും. ഒരു കിടക്ക് കിട്ടാൻ വലിയ പാടാണ്. ആശുപത്രി കിടത്തി ചികിത്സിക്കാനും വലിയ പാടാണ്. കാരണം കുറേ നാൾ ആശുപത്രി കിടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് തീരുന്ന പരിപാടിയല്ല. ഈ 100 ദിവസമുള്ള കൺസെപ്റ്റ് ഞങ്ങൾ കൊടുത്ത ഒരു ബെഞ്ച് മാർക്കാണ്. അത് സാധാരണ ഒരു ആശുപത്രിയിൽ കിടന്ന 100 ദിവസം കൊണ്ടൊന്നും തീരുന്നൊരു കാര്യമല്ല. അപ്പോൾ ഒരു അസാധ്യമായിട്ട് തോന്നുന്ന ഒരു നേട്ടമാണ് കൈവരിച്ചത്. ഒരുപക്ഷെ ലക്ഷങ്ങൾ ചിലവാക്കേണ്ടിയിരുന്ന ഒരു ചികിത്സയെ വളരെ നിസ്സാരമായിട്ട് സാധ്യമാക്കിയെടുത്തു. ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അനീമിയ കറക്ഷൻ വേണ്ടി വരാറുണ്ട്. പ്രോട്ടീൻ്റെ കുറവ് പല പേഷ്യൻസിനും കണ്ടെത്തിയിരുന്നു. അത് നൽകാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ പോലുള്ള പ്രോട്ടീൻ പ്രിപ്പറേഷൻസ് നമ്മൾ പലതും നൽകുകയുണ്ട്. അത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് പേര് അതിന് സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. ഈ ലേപനങ്ങൾ പലതും നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ പലതും സാധ്യമാക്കിയതാണ്. അതുപോലെ തന്നെ FFE ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ, അത് പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷന് കുറച്ചുകൂടെ നൂതനമായൊരു സങ്കേതമാണ്. അത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ എൻ്റെ ജീവനക്കാർ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് സുമനസ്സുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം കരയോഗം ഞങ്ങൾക്ക് വാഹനം വിട്ടുതന്നത് ഞങ്ങൾക്ക് അവരാണ്. 4 നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനികളെ ഞങ്ങൾ വിദ്യാർത്ഥികളെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ചില ഗ്യാപ്പുകൾ, കാരണം 5 നഴ്സുമാരെ കൊണ്ട് 51 വൂണ്ടെന്ന് വെച്ചാൽ അത് അസാധ്യമാണ്. കാരണം 51 പേരിലും എല്ലാ ദിവസവും നമ്മൾ എത്തണം. അത് ഞാൻ നേരത്തെ പല കാര്യങ്ങൾ പറഞ്ഞ പോലെ ശ്രമകരമാണ്. കാരണം ഒരു നഴ്സ് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഹോം കെയറിന് പോയി കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തെ ഒരു ട്രാഫിക്കിൻ്റെ ഇതും വഴികളുടെ രീതിയും വെച്ചിട്ട് പരമാവധി ഒരു 5-6 പേഷ്യൻറ്റിനപ്പുറം കാണാൻ കഴിയില്ല. 5 പേഷ്യൻസ് മാക്സിമം ആണ്. ഫുൾ ടൈം വർക്ക് ചെയ്യുക, ലഞ്ച് കഴിക്കാനുള്ള സമയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 5 രോഗികളെ തന്നെ 4-5 പേഷ്യൻറ്റേ കാണാൻ കഴിയാറുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഈ 51 പേഷ്യൻസ് എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചുള്ള ഞങ്ങൾ കേസ് ഷീറ്റ് തയ്യാറാക്കുക. കേസ് ഷീറ്റിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ചുള്ള തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. കാരണം ഇത് സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. പഴുപ്പെടുത്ത് കളയേണ്ടതുണ്ട്, കോട്ടറൈസ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ ഇത് ആപ്ലിക്കേഷൻ ചിലത് ഓപ്പൺ ഡ്രസ്സിങ് കൊടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് 5 പേരൊക്കെ പരമാവധിയാണ്. അപ്പോൾ ഈ 51 പേരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഈ 5 സ്റ്റാഫ് നഴ്സ് നമുക്ക് പോയി ഒരു ഡോക്ടറുണ്ട്. 51 പേഷ്യൻസിൻ്റെ അടുത്ത് എല്ലാ ദിവസവും നമ്മൾ എത്തേണ്ടതുണ്ട്. അതും ശ്രമകരമാണ്. അവിടെയൊക്കെ ഞങ്ങൾ HR നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ വെളിയിൽ നിന്ന് കടമെടുത്തിട്ട് സഹായിച്ച നഴ്സിംഗ് സ്കൂളുകളുണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഒരു അത്ഭുതകരമായ ഒരു നേട്ടമായിട്ട് കാണുന്നു. ഒരുപക്ഷെ ഒരു ഐഡിയലായിട്ടുള്ള ജീവിതം ഒരു സൈഡ് ലൈൻ ചെയ്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട് എങ്ങോ നമ്മൾ 4 മുറിക്കകത്ത് 4 ചുവരുകൾക്കകത്ത് അടയ്ക്കപ്പെട്ടു പോകാവുന്ന ഒരു ജീവിതത്തെ പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി. ഇത്തരത്തിലുള്ള ധാരാളം ഇന്നോവേഷൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നഗരയാത്ര എന്നൊരു പരിപാടി ചെയ്തിരുന്നു. നഗരയാത്രയിൽ വീട്ടിനകത്ത് അടയ്ക്കപ്പെട്ട ആൾക്കാരെ നഗരം കാണിക്കാൻ കൊണ്ടുപോകുന്നൊരു സ്ഥിരമായിട്ടുള്ള സംവിധാനമുണ്ട്. കനിവ് ചുമട്ട് തൊഴിലാളി ഗ്രൂപ്പാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ നഗരം ചുറ്റി കാണാൻ അവർ വിമാനയാത്ര നടത്താനുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അത് സഫലമായിട്ടുണ്ട്. അതേപോലെ അവരെ മെട്രോയിൽ കയറ്റി യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ വാതിലുകൾ തുറക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. അത്തരത്തിലൊരു വലിയ അതുപോലെ തന്നെ ഏറ്റവും മഹത്തായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കെല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോകാം. മറിച്ച് ഏറ്റവും ദൈവികമായിട്ടുള്ള ദൈവത്തിൻ്റെ കരസ്പർശത്തോടുകൂടി ദൈവത്തിൻ്റെ മനസ്സോടുകൂടി ഒരു മൂന്നാമത് അറിയപ്പെടാതെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക, ഔദ്യോഗിക ജീവിതം മാറ്റിവെക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമില്ല. അതാണ് എൻ്റെ പാലിയേറ്റീവ് വിഭാഗത്തിലെ ജീവനക്കാർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപക്ഷെ ഇത് ഇനി കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള നിയോഗമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.